കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികളും കച്ചവടക്കാരും. പുതിയ കെട്ടിട സമുച്ചയത്തിൽ കടമുറികൾ അനുവദിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പുരോഗമിക്കുമ്പോൾ മാർച്ച് നടത്തിയാണ് വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചത്. അതേസമയം പ്രതിഷേധം എന്തിനെന്നറിയില്ലെന്നും വ്യാപാരികളുമായി നിരവധി തവണ ചർച്ച നടത്തിയതാണെന്നും കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. പാളയത്തെ മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കഴിഞ്ഞ 15 വർഷമായി സമരത്തിലാണ് വ്യാപാരികളും കച്ചവടക്കാരും. കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് വ്യാപാരികൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. കടമുറികൾ വ്യാപാരികൾക്ക് നൽകുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധ മാർച്ചുമായി വ്യാപാരികളും കച്ചവടക്കാരും എത്തിയത്. ഈ മാസം 8-ന് വ്യാപാരികളും കുടുംബങ്ങളും കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും. നമ്മളെ മാർക്കറ്റിലെ തൊഴിലാളികളെയും കച്ചവടക്കാരും ഗൂഡ്സ് മേഖലയിലെ കച്ചവടക്കാരും അനുബന്ധ മേഖലയിലെ കച്ചവടക്കാരും തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളടക്കം ബഹുജന മാർച്ചാണ് 8-ാം തീയതി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് നടത്താൻ പോകുന്നത്. അതേസമയം പ്രതിഷേധം എന്തിനെന്നറിയില്ലെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. വ്യാപാരികളുമായി പലതവണ ചർച്ച നടത്തിയതാണെന്നും കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. മാർക്കറ്റ് മാറാൻ പാടില്ല എന്ന ഡിമാൻഡ് ബഹുമാനപ്പെട്ട മേയർക്കോ എനിക്കോ കൗൺസിലിനോ എടുക്കാൻ കഴിയില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം. 25-30 വർഷം മുമ്പേ കൗൺസിൽ അംഗീകരിച്ച ഒരു പദ്ധതിയാണ് അന്തിമഘട്ടത്തിൽ നിൽക്കുന്നത്. അത് പൂർത്തീകരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പെയാണ് മാർക്കറ്റ് മാറ്റം പാടില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതൊരു തെറ്റായ പ്രവണതയാണ്. മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തി കൂടുതൽ വിപുലപ്പെടുത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.